ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ കുക്കിംഗ് വ്ളോഗിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വറുത്തരച്ച കൂൺ മസാലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കൂൺ ഒരു 400 ഗ്രാംസ് ഉണ്ട്, 2 ബോക്സ്. തേങ്ങ വെജിറ്റബിൾ കോക്കനട്ട് 1 ഫുള്ളായിട്ട്. ആക്ച്വലി ചിരകേണ്ടതാണ്, ചിരകാൻ ടൈമില്ലാത്ത കാരണം ഇങ്ങനെ ചെയ്തു. പിന്നെ ഒരു 2 ചെറിയ തക്കാളി, കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 4 അല്ലി ഗാർലിക്, വെള്ള വെങ്കായം, ആവശ്യത്തിന് കറി ലീവ്സ്, ഒരു 2 ടേബിൾ സ്പൂൺ കൊത്തമല്ലി, ഒരു 8 ഡ്രൈ ചില്ലി, പിന്നെ 1 കപ്പ് ചെറിയ ഉള്ളി, ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ. അപ്പോൾ ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളിയും കൊത്തമല്ലിയും ഡ്രൈ ചില്ലിയും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കേണ്ടതുണ്ട്. എന്നതിന് ശേഷം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് തേങ്ങ വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിക്കുന്നു. തേങ്ങ അതിലേക്കിട്ട് കൊടുക്കുന്നു. കൊത്തമല്ലി ഇട്ട് കൊടുക്കുന്നു. ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കുന്നു. ചെറിയ ഉള്ളിയും അതിലേക്ക് കൊടുക്കുന്നു. എല്ലാം നല്ലപോലെ ഇതിൽ കിടന്ന് വതക്കി ലാസ്റ്റ് കുറച്ച് കാശ്മീർ ചില്ലി കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കളറിന് വേണ്ടിയിട്ട്. തേങ്ങയെല്ലാം നന്നായിട്ട് വതകി വന്നിട്ടുണ്ട്, മുളകും ഇല്ല. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂൺ. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്ത ശേഷമാണ് ഇതിനെ നമ്മൾ നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കേണ്ടത്. പിന്നെ കൂണിന് അധികം വേവൊന്നും ഇല്ലാത്ത കാരണം മസാല ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് തന്നെ ആകും. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അധികം മസാല ഐറ്റംസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നാടൻ സ്റ്റൈലിലുള്ള കൂൺ കറിയാണിത്. ഇനി നമ്മൾ കൂൺ മസാലക്കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ഒന്ന് ചൂടായ ശേഷം കടുക് അതിലേക്ക് ഇടാവുന്നതാണ്. കടുക് പൊട്ടുന്നുണ്ട്. നമ്മളതിലേക്ക് ചെറിയ ഉള്ളിയും ഗാർലിക്കും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ചെറുതായി ഇളക്കി കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. ആവശ്യത്തിന് വേണ്ട സാൾട്ട് കൂടെ ആഡ് ചെയ്യുകയാണ്. സാൾട്ട് പിന്നീട് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ കൂണിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരെ ആക്കി വെച്ചിരിക്കുന്ന കൂണിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. കൂണിന് അധികം വേവില്ല. ഈ എണ്ണയിൽ തന്നെ കിടന്ന് ഇതിൽ നിന്ന് തന്നെ വെള്ളം വരാവുന്നതാണ്. ഒന്ന് അടച്ച് വെച്ച് ചെറു ഫ്ലെയിമിൽ ഇതൊന്ന് വാടിക്കിടും. നന്നായിട്ടൊന്ന് വഴകി കിട്ടണം. എല്ലാം നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ച മസാല ആഡ് ചെയ്യാൻ പോവുകയാണ്. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. കൂൺകറി നന്നായി തിളച്ച് മസാല എല്ലാം അതിനോടുകൂടി മിക്സായിട്ട് നല്ലപോലെ വാസനയൊക്കെ വരുന്നുണ്ട്. വറുത്തരച്ച മസാലക്കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു വാസനയെല്ലാം സ്പെഷ്യലാണ്. എല്ലാം നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കറി ലീവ്സ് മേലെ ഒന്നിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടെ നമുക്ക് മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. നല്ല റെലിഷായിട്ടുള്ള പാകത്തിന് ഉപ്പും കാരവും എല്ലാം ഉള്ള നല്ല റിലീഷായിട്ടുള്ള മഷ്റൂം കറി മസാലക്കറി നാടൻ മസാലക്കറി റെഡിയായിരിക്കുകയാണ്. ചപ്പാത്തിയോ ദോശയോ ഇഡ്ലിക്കോ എല്ലാത്തിനും പറ്റും. നല്ലൊരു മസാലക്കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.